വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 15th മാർച്ച്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 17th മാർച്ച് മുതൽ 21st മാർച്ച് വരെയുള്ള വീക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലും വീണ്ടും മാർക്കറ്റ് ഒരു കൺസോളിഡേഷനിലൂടെ കടന്നു പോകുന്നതാണ് കണ്ടത്. എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമുള്ള ഒരു ഷോർട്ട് ട്രെൻഡ് വീക്ക് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ റേഞ്ച് ബൗണ്ടായിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നടന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഒരു സെൽ ഓഫാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റ്. അതൊഴിച്ചാൽ മറ്റ് കാര്യമായിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച കടന്നു പോയത്. നമുക്ക് ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് ഈ കാണുന്നത്. നിഫ്റ്റി 26,277 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 6 മാസത്തോളമായിട്ടൊരു കറക്ഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും ഒരു 155 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന് 22,397 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിഫ്റ്റി ഒരു ഹെവി ആയിട്ടൊരു സെൽ ഓഫിലൂടെ പോയത് ഇനി വളരെ ഒരു കൺസോളിഡേഷൻ്റെ ബേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യു എസിലുള്ള ഈ ഡൊണാൾഡ് ട്രംപ് കുറേയധികം ഈ ടാരിഫ് വാറുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതുകൊണ്ടുള്ള ഒരു അൺസർട്ടനിറ്റി മൂലമാണ് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യാതെ ഇപ്പോഴും ഈ ലെവലിലൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇവൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള കറക്ഷൻസൊക്കെ കണ്ടിന്യൂ ചെയ്തേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡ് സോണിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21,821 22,104 എന്നുള്ള ഒരു ഡിമാൻഡ് സോണിന് ടച്ച് ചെയ്തതിന് ശേഷമാണ് അതിന് മുകളിലാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ 16,828 നിന്ന് 26,277 വരെയുള്ള ആ റാലിയുടെ ഒരു 61.8% ഒരു ഫിബൊനാച്ചി റേട്രേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 20,437 ആണ് ആ ലെവൽ വരുന്നത്. അവിടെ ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് ലെവൽ ഉണ്ടാകുക. ഏതെങ്കിലും വലിയൊരു നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ പോലും മാർക്കറ്റ് ആ ലെവൽ വരെ പോകുകയുള്ളൂ. അതേസമയം നമുക്കറിയാം കുറേയധികം സ്റ്റോക്കുകൾ വലിയ രീതിയിലുള്ള കറക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്കറിയാം റീറ്റെയിൽ ക്ലയൻസ് എല്ലാം വളരെ പാനിക്കായിട്ട് കുറേയധികം സ്റ്റോക്കുകളെയൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളിലും വാല്യൂ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങളുമാണ് അത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ബീറ്റൺ ഡൗൺ ആയിട്ടുള്ള സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിൽ ഉള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യാനുള്ളൊരു സമയമാണ് ഈ സമയം എന്നുള്ളതും. അങ്ങനെയുള്ളവരാണ് വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ വിജയിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിരുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 73,828 ക്ലോസ് ചെയ്തത്. 503 പോയിൻറ്റ്സ് ഒരു കറക്ഷനോടുകൂടിയാണ് സെൻസെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ് 100 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 48,125 ക്ലോസ് ചെയ്തത്. 1,065 പോയിൻറ്റ്സ് ആണ് മിഡ് ക്യാപ് 100 ഇൻഡെക്സ് താഴ്ന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച. അതുപോലെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് നോക്കുമ്പോൾ നമുക്ക് കാണാം 606 പോയിൻറ്റ്സ് കൂടെ കറക്റ്റ് ചെയ്ത് 14,897 സ്മോൾ ക്യാപ് 100 ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഓൾമോസ്റ്റ് ഒരു 25% കറക്റ്റ് ചെയ്ത് 52 വീക്ക് ലോയിൽ താഴേക്ക് പോയി 677 പോലെയൊക്കെ പോകുന്നത് നമ്മൾ കണ്ടു. ഇതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടായത് ഡെറിവേറ്റീവ്സിലെ അക്കൗണ്ടിങ്ങിലുണ്ടായ ചില മിസ്റ്റേക്കുകളെ കുറിച്ച് കമ്പനി റിപ്പോർട്ട് ചെയ്തതാണ്. അതിനെ തുടർന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സ്റ്റോക്കിൽ വലിയ ക്രാഷ് നടന്നിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം ഈ സ്റ്റോക്കിൽ മാർച്ച് 2020 പീരീഡിലും ഇതുപോലെ വലിയൊരു കറക്ഷൻ, അതായത് കോവിഡിനോടനുബന്ധിച്ച് ഉണ്ടായൊരു വലിയ കറക്ഷൻ നമുക്കറിയാം. ഓൾമോസ്റ്റ് ഒരു 400 അടുത്തേക്കൊക്കെ ഉള്ള ഒരു കറക്ഷൻ ഉണ്ടായി. അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു കറക്ഷനാണ് ഇപ്പോൾ സ്റ്റോക്കിൽ നടക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം. കഴിഞ്ഞ മാസമൊക്കെ ഈ സ്റ്റോക്കിൽ ഇതുപോലെയുള്ള സെൽ ഓഫുകൾ നടന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരുപക്ഷെ ഇതിനൊക്കെ ഈ ഇൻഫോർമേഷൻസൊക്കെ നേരത്തെ തന്നെ അറിയുന്നവരെ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കാനും ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ
മാർക്കറ്റിൻ്റെ ഒരു എല്ലാ സ്റ്റോക്കുകളും കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു കറക്ഷൻ ആയതുകൊണ്ട് പലരും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഇൻഡസിൻ ബാങ്ക് എന്നുള്ള സ്റ്റോക്കിൽ നിന്ന് ഞാൻ അഡ്വൈസ് ചെയ്യുക, മാറി നിൽക്കുക, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ട എന്നുള്ളൊരു അഡ്വൈസാണ് നമ്മൾ നൽകുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം മാർക്കറ്റിലെല്ലാവരും വളരെ പാനിക്കാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കുകൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പലരെ സംബന്ധിച്ചിടത്തോളം വളരെ വറീഡാണ് അല്ലേ. നമ്മളെല്ലാ വീഡിയോസിലൂടെയും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇതൊരു സൈക്കിൾ പോലെ വരുന്നൊരു കാര്യമാണ് മാർക്കറ്റിലെ കറക്ഷൻസ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ബേസിക്കലി ഇന്ത്യയുടെ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്തും ഒന്നും എഫക്റ്റഡ് അല്ല. പക്ഷേ കഴിഞ്ഞ ഒരു 2 ക്വാർട്ടറിൽ പല കമ്പനികളുടെ റിസൾട്ട്സ് ചെറിയ മോശമായിരുന്നു എന്നുണ്ടെങ്കിൽ വരുന്ന ക്വാർട്ടറുകളിൽ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് വരുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ റേറ്റ് കട്ടിൻ്റെയും അതുപോലെ തന്നെ വളരെ നല്ലൊരു ബഡ്ജറ്റ് വന്നതിൻ്റെ ഒന്നും റിഫ്ലക്ഷൻ മാർക്കറ്റിൽ ഇതുവരെയും വന്നിട്ടില്ല. അതെല്ലാം വരാനുള്ള പോസിബിലിറ്റിയാണ് ഈ 2025 സെക്കൻഡ് ഹാഫിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ നമ്മൾ നോക്കുകയും അതുപോലെ തന്നെ നമ്മൾ ബേസിക്കലി നമ്മുടെ ഒരു ഒപ്റ്റിമിസം മാത്രമല്ല, ഗ്ലോബലി വളരെ വിശ്വാസമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളും അങ്ങനെയുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസത്തിൽ മോർഗൻ സ്റ്റാൻലി എന്നുള്ള ഗ്ലോബൽ ഫെയിം കഴിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചിട്ടുള്ളത്, ഇന്ത്യയുടെ സെൻസെക്സ് 2025 ഡിസംബറിൽ 1,05,000 എന്നുള്ളൊരു ടാർഗറ്റിലേക്ക് ഒരു ബുള്ളിഷ് സിനോറിയോയിൽ മൂവ് ചെയ്യും എന്നുള്ളതും, അതുപോലെ ബേസ് സിനോറിയോയിൽ ഒരു 91,000-ഉം ഒരു ബെയറിഷ് സിനോറിയോയിൽ 70,000-ലും ആയിരിക്കും ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ ഓൾമോസ്റ്റ് താഴേക്കുള്ള കറക്ഷൻ്റെ ഒരു റേഞ്ച് വളരെ അടുത്ത് തന്നെയാണ് 70,000 എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ ഒരു ലോവർ ലെവലിലാണ് ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ് സെൻസെക്സ് 1 lakh ടച്ച് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ 1988 ചെയ്യുന്ന സമയത്ത് സെൻസെക്സ് 500-ന് താഴെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പലപ്പോഴും സെൻസെക്സിൽ അവിടെ നിന്നാണ് സെൻസെക്സ് 80,000-ലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ പലപ്പോഴും 5,000 പോയിൻറ്റ്സിൻ്റെയൊക്കെ കറക്ഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മളൊരു എത്രത്തോളം കൺവിൻസിങ് ആയിട്ട് നമ്മൾ സ്വയം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു എന്നുള്ളതും നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1 lakh സെൻസെക്സ് ടച്ച് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ മാർക്കറ്റ് എന്തായാലും അവിടെ എത്തുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ നമ്മൾ മാർക്കറ്റിലുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നല്ലൊരു പോർട്ട്ഫോളിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് അത് മാർക്കറ്റിൻ്റെ കറക്ഷൻസിലും ഭയന്ന് മാറാതെ ഹോൾഡ് ചെയ്ത് നമ്മൾ ആ മാർക്കറ്റിൻ്റെ കറക്ഷൻസിലും അതിലും കുറേ കൂടെ ആഡ് ചെയ്തൊക്കെ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതും ആ 1 lakh എത്തുന്ന സമയത്ത് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചിരിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിശ്വാസത്തോടു കൂടി ഇതുപോലെയുള്ള മാർക്കറ്റിൻ്റെ ബോറിംഗ് പീരിയഡ്സ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള പീരിയഡ്സ് നമ്മൾ ആ സ്റ്റോക്കുകളെ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ വളരെ ബുദ്ധിപരമായിട്ട് ഈ സ്റ്റോക്കുകളെ ആഡ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസൊക്കെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊരു പക്ഷേ മാർക്കറ്റിൻ്റെ ബുള്ളിഷ് പീരീഡിൽ കണ്ടിരുന്ന പലരെയും നമുക്ക് ഒരുപക്ഷെ മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെന്നും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കറക്ഷൻ സമയത്ത് ഇപ്പോൾ ഒരുപക്ഷെ എൻ്റെ മാർക്കറ്റിൽ വന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു അഡ്വൈസ് ആരെങ്കിലും നൽകുമായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോഴത്തേലൊക്കെ കുറേയധികം കൂടെ കൂടുമായിരുന്നു. കാരണം ഇനീഷ്യലി നമ്മൾ ഒരു മാർക്കറ്റിൻ്റെ ഡൗൺ ടൈമിൽ എങ്ങനെ നമ്മൾ ആ ബോൾഡായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ എൻ്റെ ക്ലയൻസിൽ വലിയൊരു ഭാഗം പേരും ആ കോവിഡിൻ്റെ കറക്ഷനിൽ എങ്ങനെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്യണം എന്നുള്ള നമ്മുടെ വീഡിയോസ് കണ്ടവരാണ്. അതിനുശേഷം അവരുടെ പോർട്ട്ഫോളിയോസ് പിന്നീട് കോടികളിലേക്ക് വലുതാകുന്നത് കണ്ടവരാണ് നമ്മുടെ ക്ലയൻസിൽ അധികം പേരും അല്ലേ. അപ്പോൾ അതാണ്
എങ്ങനെയാണ് ഒരു നെഗറ്റീവ് പീരീഡിൽ മാർക്കറ്റിനെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മാർക്കറ്റ് 1 lakh എത്തുമ്പോൾ ആ സമയത്ത് മാർക്കറ്റിൽ ഞാനുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു കാര്യത്തിലും എനിക്കൊരു സ്പെഷ്യലൈസേഷൻ ഇല്ല. എൻ്റെ സ്പെഷ്യലൈസേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സും അധികവും സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ മറ്റു പ്രൊഫഷണലിലും മറ്റു കാര്യങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിലല്ലല്ലോ, പക്ഷേ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് 20% സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുകയും അതിനെ ഇതുപോലെയുള്ള കറക്ഷൻസിൻ്റെ സമയത്ത് ഒരുപക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നുണ്ടാകുക. അങ്ങനെയുള്ള അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു 20% ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ റിട്ടയർമെൻറ്റ് പീരീഡിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആശ്വാസമാകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര നാളും ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ പീരീഡിലും വളരെ ഹാപ്പി ആയിട്ട് അതിന് ഫേസ് ചെയ്യുന്നതും അതിനുശേഷം ഒരു നല്ലൊരു റിട്ടയർമെൻറ്റ് പീരീഡിലേക്ക് നമ്മുടെ ലൈഫിന് പ്ലാൻ ചെയ്യാനും സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള കറക്ഷൻ പീരീഡിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസോടുകൂടി പോവുക. ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത് മാത്രമല്ല, ഇതുപോലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മോർഗൻ സ്റ്റാൻലി പോലുള്ള എല്ലാവരും പറയുന്ന കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് ഇത്രയധികം ഇൻ്റലിജൻസ് കാര്യങ്ങളും ഉണ്ട്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇത്രയധികം എക്സ്പീരിയൻസും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മളും നമുക്കും അറിയാം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. പ്രത്യേകിച്ചും മോർഗൻ സ്റ്റാൻലി പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ ഈ പോളിസി എൻവയറമെൻറ്റ് മറ്റുള്ള യു.എസിലും യൂറോപ്പും ചൈനയൊക്കെ ഒരുമിച്ചെടുത്താൽ പോലും അതിനേക്കാളും സർട്ടൈൻ ആയിട്ടുള്ള ഒരു പോളിസി എൻവയറമെൻറ്റാണ് ഇന്ത്യയിലുള്ളതെന്നുള്ളതും അത് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനായിട്ട് ഇന്ത്യയെ സഹായിക്കുമെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു, നമുക്കറിയാം, ബ്ലാക്ക് സ്റ്റോൺ ഇങ്കിൻ്റെ CEO ആയിട്ടുള്ള സ്റ്റീവൻ ഷുവർമാൻ. കഴിഞ്ഞ ദിവസത്തിൽ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നമുക്ക് തരുന്ന കോൺഫിഡൻസും, നമ്മൾ നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ എക്കണോമി വരും ദിവസങ്ങളിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അതും നമ്മുടെ മാർക്കറ്റിൻ്റെ ഈ ഒരു വലിയ സെൽ ഓഫും കറക്ഷനും എല്ലാം ഓൾമോസ്റ്റ് കഴിയാനുള്ള സമയമായിട്ടുണ്ട്. അതൊരു പക്ഷേ കുറച്ച് സമയം കൂടി എടുക്കുമായിരിക്കും. അത് നമ്മൾ പക്ഷേ അതൊരു പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. ആ പേഷ്യൻസ് നമ്മളിപ്പോൾ കാണിക്കുന്നവരാണ് അടുത്ത മാർക്കറ്റിൻ്റെ ബുള്ളിഷ് മൂവ്മെൻറ്റിൽ വിജയിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കറക്ഷന് ശേഷം അടുത്ത ആക്ഷനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് കുറിച്ച് ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടും വാറൻ ബഫെ പറഞ്ഞിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, ഓപ്പർച്യൂണിറ്റി കം ഇൻഫ്രീക്വൻ്റ്ലി വെൻ ഇറ്റ് റെയിൻസ് ഗോൾഡ് പുട്ട് ഔട്ട് ദ ബക്കറ്റ് നോട്ട് ദ തിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്വർണ്ണമഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ബക്കറ്റാണ് വയ്ക്കേണ്ടത്, അല്ലാതെ ചെറിയ തിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സൂചി കൈയുടെ തലയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് വിരലിൻ്റെ തലക്കിടുന്ന അതുപോലെയുള്ള ചെറിയ ഒരു പാത്രം അല്ല വെക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് മാർക്കറ്റിൻ്റെ വലിയൊരു കറക്ഷനിൽ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ആഡ് ചെയ്യുക, നല്ല രീതിയിൽ ബൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളായിരുന്നു കോവിഡിൻ്റെ സമയത്ത് മാർക്കറ്റ് 12,000 ലെവലിൽ നിന്ന് 7,500 ലെവലിലേക്ക് ഉണ്ടായ വലിയൊരു കറക്ഷൻ. അപ്പോൾ എല്ലാവരും പകച്ച് മാറി നിൽക്കുകയായിരിക്കും. പക്ഷെ നമുക്കറിയാം ഈ ഒരു ഇഷ്യൂ തീർന്നു കഴിഞ്ഞാൽ, നമ്മളന്ന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കുറേയധികം വീഡിയോസ് നമ്മൾ ചെയ്തതാണ്. ഇതിലൊരു കോവിഡിനൊരു വാക്സിൻ വരികയും അതിനുശേഷം മാർക്കറ്റ് ലോകം വീണ്ടും ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ആ സമയത്ത് സ്റ്റോക്കുകളൊക്കെ മേടിച്ച ഒരു വലിയ വെൽത്താണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അതുപോലെയാണ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കറക്ഷനും പല സ്റ്റോക്കുകളും 30-40%
പെർസെൻറ്റുകളൊക്കെ കറക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതാണ് സ്വർണ്ണമഴ പെയ്യുന്നത് എന്നുള്ളത് വാറൻ ബഫറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ള സമയത്ത് നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം വളരെ കാഷ്വലായിട്ട് നമ്മളത് അതിനെക്കുറിച്ച് പലപ്പോഴും പലർക്കും അത് വിളിച്ച് പറയാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ചുറ്റുമുള്ളവരെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്താണ് നമ്മൾ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും അബദ്ധമായി എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക്സ് വരുമ്പോൾ കൂടുതൽ നമുക്ക് ഭയം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വളരെ സൈലൻ്റായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ളത് നല്ല സ്റ്റോക്കുകളാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് സ്റ്റോക്കുകളെ ആഡ് ചെയ്തതിന് ശേഷം വളരെ സൈലൻ്റായിട്ട് മാർക്കറ്റിൻ്റെ പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാറൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്ന ഈ സെൻറ്റൻസിൻ്റെ റിയലായിട്ടുള്ള ഒരു മീനിങ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കുറേയധികം സ്റ്റോക്കുകളുടെ ടെക്നിക്കലായിട്ടുള്ള ഇപ്പോഴത്തെ ഞാൻ പൊസിഷൻസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ പല സ്റ്റോക്കുകളും നമ്മൾ കാണുകയുണ്ടായ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. നമ്മളിപ്പോൾ കാണുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ചാർട്ടാണ്. അതിൽ നമുക്ക് കാണാം ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ, അതായത് താഴേക്ക് വരുന്തോറും സെല്ലിംഗ് കുറയുകയും അതിനുശേഷം അപ്പോഴാണ് ആ സെല്ലിംഗ് കുറയുമ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഈ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ ചാർട്ടിൽ അങ്ങനെ ഒരു പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ആ പാറ്റേണിൽ നിന്ന് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് പലപ്പോഴും കാര്യമായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സ്റ്റോക്ക് ഈ ലെവലിൽ നിന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് വരും ദിവസങ്ങളിൽ മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മൂവ് ചെയ്യുകയാണെങ്കിൽ 1500 മുകളിലേക്കൊക്കെ റിലയൻസ് ഇൻഡസ്ട്രീസ് മൂവ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് ഇപ്പോഴുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള സ്റ്റോക്കിൻ്റെ ഒരു റൈസിങ് വെഡ്ജ് പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കല്യാൺ ജ്വല്ലേഴ്സ് കറക്റ്റ് ചെയ്ത് ഒരു 365 ലെവലിലേക്ക് വരെ പോകുമെന്നുള്ളൊരു കാര്യം നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പലരും നമ്മൾ IPO മുതൽ കല്യാൺ ജ്വല്ലേഴ്സ് വാങ്ങാൻ പറഞ്ഞിരുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ സ്റ്റോക്കിന് സെല്ല് ചെയ്തതെന്നുള്ള ചോദിക്കുകയുണ്ടായി. അപ്പോൾ 365 ലെവലിലേക്ക് ഒരു മൂവ് കറക്റ്റ് ചെയ്യുമെന്ന് പറയാനുണ്ടായിരുന്ന കാര്യം ഈ സ്റ്റോക്ക് ഒരു റൈസിങ് വെഡ്ജ് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 750 ലെവലിൽ ആ പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൻ്റെ ഹെവി ആയിട്ടൊരു സെൽ ഓഫിലൂടെ ആ സ്റ്റോക്ക് ഇപ്പോഴത്തെ ഒരു ലെവലിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കല്യാൺ ജ്വല്ലേഴ്സിൽ 365 ലെവലൊക്കെ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. അതുപോലെ മറ്റൊരു സ്റ്റോക്കിൻ്റെ നോക്കുകയാണെങ്കിൽ സൊമാറ്റോ എന്നുള്ള സ്റ്റോക്കും നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു 272 എന്നുള്ളൊരു ലെവൽ ഒരു റൈസിങ് വെഡ്ജ് പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 272 എന്നുള്ള ലെവലിൽ സ്റ്റോക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷമാണ് 201 ലെവലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം ഈ താഴെയുള്ള ലൈൻ നമുക്ക് കാണാം സ്റ്റീപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതാണ് റൈസിങ് വെഡ്ജ് പാറ്റേണിൻ്റെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്. അതവിടെ സെല്ലിംഗ് കൂടുന്നു എന്നുള്ളതും നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു സ്റ്റോക്കിനും കൂടെ എടുക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒരു റൈസിങ് വെഡ്ജ് പാറ്റേൺ നമ്മൾ കണ്ടതാണ് പ്രയാജ് ഇൻഡസ്ട്രീസ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് വളരെ സമയം നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം 720 ലെവലിൽ വെച്ച് റൈസിങ് വെഡ്ജ് പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ഡൗൺ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ 524 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്ത് താഴെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാ വീഡിയോയിലും ഹൈ വാല്യൂഡ് ആയിട്ടുള്ള 3-4 സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ അതൊരു 20% മുകളിലേക്ക് ഇനി മൂവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലുള്ള അങ്ങനെയുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മെസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു 2235 ലെവലിൽ ഒരു കൺസോളിഡേഷന് ശേഷം ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെസഗൺ ഡോക്കും വരും ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ആവാസ് ഫിനാൻസ് എന്നുള്ള സ്റ്റോക്ക്. ഹൗസിംഗ് ഫിനാൻസ് സെഗ്മെൻറ്റിലുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ ദിവസത്തിൽ 1872 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരു ബുളിഷ് മൊമെൻറ്റത്തിലുള്ള സ്റ്റോക്കാണ്. ആവാസ് ഫൈനാൻസും നമുക്ക് ഒരു വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ജ്യോതി CNC ഓട്ടോമേഷൻ ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി ഇൻഡസ്ട്രിയൽ മെഷീനറി എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള കമ്പനിയാണ്. കഴിഞ്ഞ ദിവസത്തിൽ സ്റ്റോക്ക് ഒരു 1000 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു 750 വരെയുള്ള ഒരു
സെൽ ഓഫിന് ശേഷം അവിടെ നിന്നുള്ളൊരു പുൾ ബാക്കാണ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ കാണുന്നത്. ജ്യോതി CNC ഓട്ടോമേഷൻ നമുക്കിപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക്, റെയിൻബോ എന്നുള്ളതാണ് ഈ സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് സിമ്പിൾ. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ 1260 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1709 ലെവലിൽ നിന്നൊക്കെ ഉള്ളൊരു കറക്ഷന് ശേഷമാണ് ഇപ്പോൾ 1260 വന്ന് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ സ്റ്റോക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മുടെ ഡയമണ്ട് പിക്ക് 27 ഞങ്ങൾ ഒരു മാസം മുമ്പ് റിലീസ് ചെയ്ത സ്റ്റോക്ക് ഈ മാർക്കറ്റിൻ്റെ കറക്ഷൻ സമയമായതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ സ്റ്റോക്ക് ബൈയിങ് ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റോക്കിന് നിങ്ങൾക്ക് എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങൾ ഈ മാസം മാർച്ച് 2025 ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്കായിട്ടുള്ള ഡയമണ്ട് പിക്ക് 28 ഞങ്ങൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ മന്തിൻ്റെ അവസാനത്തെ വീക്കായിരിക്കും ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്. ഡയമണ്ട് പിക്ക് 28 ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു കറക്ഷൻ സമയത്ത് ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ എൻട്രി ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിരിക്കും ഞങ്ങൾ നൽകുന്നത്. ഡയമണ്ട് പിക്ക് 28 നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് ഒരു 15 to 25% പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് നൽകുന്ന, ഷോർട്ട് ടൈമിൽ നേടാവുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ആ റെക്കമെൻഡേഷൻസിലെ കുറച്ച് ചാർട്ടുകൾ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൽ ചാർട്ടുകൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കാണുന്നത് ലോറസ് ലാബ്സ് എന്നുള്ള സ്റ്റോക്കാണ്. ഞങ്ങൾ ഈ സ്റ്റോക്ക് ഒരു 365 ലെവലിൽ എൻ്റർ ചെയ്തിരുന്ന ഈ സ്റ്റോക്ക് ഞങ്ങളൊരു 475 ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഒരു 30% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ലോറസ് ലാബ്സിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുപോലെ ഒരു ട്രിപ്പിൾ വെൽത്ത് ബിൽഡർ റെക്കമെൻഡേഷൻ ആയിരുന്ന മംഗലം സിമെൻറ്റ് ഞങ്ങൾ 455 എൻ്റർ ചെയ്തതിന് ശേഷം 730 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 60% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ PGL എന്നുള്ള സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻ ഞങ്ങൾ 620 എൻ്റർ ചെയ്തതിന് ശേഷം 775 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഒരു 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ വോൾട്ടാസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 810 എൻ്റർ ചെയ്തത്. 1055 സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 30% പ്രോഫിറ്റ് വോൾട്ടാസിൽ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ചെന്ന പെട്രോളിയം 20% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ജ്യോതി CNC ഓട്ടോമേഷൻ 20% ഉയർന്നും, ഡാറ്റ പാറ്റേൺസ് 17% ഉയർന്നും, ഗ്രാഫൈറ്റ് 12% ഉയർന്നും, മാംഗ്ലൂർ റിഫൈനറി 12% ഉയർന്നും, കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് 12% ഉയർന്നും, ശ്യാം മെറ്റാലിക്സ് 10% ഉയർന്നും, KSB 10% ഉയർന്നും, ഗോഡ്ഫ്രീ ഫിലിപ്സ് 10% ഉയർന്നും, അദാനി എനർജി 10% ഉയർന്നും, ആവാസ് ഫിനാൻസിയേഴ്സ് 10% ഉയർന്നും, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് 9% ഉയർന്നും, ആംബർ എൻ്റർപ്രൈസസ് 9% ഉയർന്നും, സോളാർ ഇൻഡസ്ട്രീസ് 9% ഉയർന്നും, അവന്യൂ സൂപ്പർ മാർട്സ് 9% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ വീക്കിൽ 7764.8 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7819.9 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിൽ ട്രേഡിംഗ് പാറ്റേൺ ആണ്. 7th മാർച്ചിന് നിഫ്റ്റി 22,552 ക്ലോസ് ചെയ്തിരുന്നത്. 10th മാർച്ചിന് നിഫ്റ്റി 92 പോയിൻറ്റ്സ് താഴ്ന്നും, 11th മാർച്ചിന് 37 പോയിൻറ്റ്സ് ഉയർന്നും, അതിനുശേഷം 12th മാർച്ചിന് 27 പോയിൻറ്റ്സ് താഴ്ന്നും, 13th മാർച്ചിന് 37 പോയിൻറ്റ്സും താഴ്ന്നുമാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 155 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും മാർച്ച് മന്തിൽ നിഫ്റ്റി 272 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ 20 DMA വരുന്നത് 22,587 50 DMA വരുന്നത് 23,043 100 DMA വരുന്നത് 23,592 200 DMA വരുന്നത് 24,059 അതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 28,462 അതിന് മുകളിൽ റെസിസ്റ്റൻസുകൾ
22,678, 22,824, 23,253, 24,381, 24,955 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം 22,462 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 22,249, 22,100, 21,886, 21,550, 20,976, 20,437, 19,848 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 23,253, ലോവർ റേഞ്ച് 21,550 ആയിരിക്കും. അതേസമയം പ്യൂർ പോയിന്റ് ആയിട്ട് നിൽക്കുക 22,462 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MRPL ആണ്. MRPL ഒരു കറക്ഷന് ശേഷം കഴിഞ്ഞ വീക്കിൽ ഒരു ബൗൺസോട് കൂടി 119 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. MRPL 119 മുകളിലേക്ക് മൂവ് ചെയ്താൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും 145 ആണ്. അതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് MRPL ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശാരദ എനർജിയാണ്. ശാരദ എനർജി ആൻഡ് മിനറൽസ് എന്നുള്ള സ്റ്റോക്ക് 541 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ലെവലിന് മുകളിലേക്കുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് 595 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ടെക്നിക്കൽ പിക്ക് ശാരദ എനർജിയാണ്. അതുപോലെ നമ്മുടെ ഈ വീക്കിൽ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ദീപക് ഫെർട്ടിലൈസേഴ്സ്, PG ഇലക്ട്രോപ്ലാസ്റ്റ്, ലോറസ് ലാബ്സ്, റെഡിങ്ടൺ, അതുപോലെ IT എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും ഒരു അപ്പ് ട്രെൻഡിലുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.